ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ഉദ്ഗ്രഥനം 3-ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? ഞങ്ങളുടെ പള്ളിക്കൂടം വരികൾ കൂട്ടിച്ചേർത്ത് കവിത പൂർത്തിയാക്കൂ. ഇപ്പോൾ ഇവിടെ ഒരു സ്കൂളിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. പിന്നെയോ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പൂമ്പാറ്റകൾ, ചെടികൾ അല്ലേ. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ കവിത വായിച്ച് വരികൾ കൂട്ടിച്ചേർക്കാനാണ്. അപ്പം നമുക്ക് കവിത ചൊല്ലി നോക്കാം. കാട്ടിൽ നല്ലൊരു പള്ളിക്കൂടം, കാണാൻ നല്ലൊരു പള്ളിക്കൂടം, ആനയും കാക്കയും തത്തയും മാനും ഒത്തുപഠിക്കും പള്ളിക്കൂടം. പിന്നെ കാട്ടിൽ നല്ലൊരു പള്ളിക്കൂടം, കാണാൻ നല്ലൊരു പള്ളിക്കൂടം. അപ്പം ഇനി മക്കൾ എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ വരി നോക്കുക. എന്താണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ? എന്താ തന്നിട്ടുള്ളത്? ആനയും കാക്കയും തത്തയും മാനും. അപ്പോൾ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ പേരുകളാണ് നിങ്ങൾ മൂന്നാമത്തെ വരിയിൽ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കവിത പൂർത്തിയാക്കാൻ പറയുമ്പോൾ ഫസ്റ്റത്തെ വരിയിൽ എങ്ങനെയാണോ അത് മേച്ചാക്കിയിട്ട് മതി. ചിലപ്പോൾ ഒരു വരിയൊക്കെ മാറ്റം വരുത്താനുണ്ടാവുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അതുപോലെ എഴുതി വെച്ചാൽ മക്കൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മൃഗങ്ങളുടെ പേരുകളും അവിടെ കൊടുക്കാം. കുരങ്ങും, പിന്നെയോ കുരങ്ങും അണ്ണാനും, പിന്നെ ആരെ കൊടുക്കാം? കുരങ്ങും അണ്ണാനും പൂമ്പാറ്റയും ഒത്തുപഠിക്കും പള്ളിക്കൂടം. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അടുത്ത വരി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നിട്ടുള്ള വരികളിലെ ആ 2 വരികൾ അതുപോലെ എഴുതുക. എന്നിട്ട് മൂന്നാമത്തെ വരി എത്തുമ്പം വീണ്ടും മൃഗങ്ങളെയും പക്ഷികളെയും മാറ്റി എഴുതുക. എന്നിട്ട് ലാസ്റ്റ് വരി സെയിം തന്നെ, ഒത്തുപഠിക്കും പള്ളിക്കൂടം. അപ്പോൾ മക്കൾ ഈ വർക്ക് ചെയ്യൂലേ? അടുത്തത് മാത്സിലുള്ള വർക്കാണ് കേട്ടോ. വിദ്യാലയത്തിലെ അലങ്കാരം. ചിത്രം നോക്കി കൂടുതൽ അലങ്കാരങ്ങൾ വരച്ചു ചേർക്കൂ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആ ഒരു പാറ്റേൺ നോക്കിക്കേ. ഒരു ഇലമേൽ ഒരു പൂവാണ്. രണ്ടാമത്തേതോ ഒരു ഇലയിൽ 2 പൂവാണ്. അപ്പോൾ മൂന്നാമത് നമ്മൾ എന്ത് വരച്ചു കൊടുക്കണം? ഒരു ഇലയിൽ 3 പൂവ് വരയ്ക്കണം. പിന്നെയോ ഒരു ഇലയിൽ 4 പൂവ് വരയ്ക്കണം. അപ്പം ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ, മക്കൾക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ പാറ്റേൺ നോക്കിക്കേ. 2 ഇലകളാണ് ആദ്യം തന്നിട്ടുള്ളത്, പിന്നെ 4 ഇലകൾ. അപ്പോൾ എത്ര ഇലകൾ കൂടി? 2 ഇലകൾ കൂടിയില്ലേ. അപ്പോൾ ഈ 4 ഇലയിലേക്ക് 2 ഇലകൾ വീണ്ടും കൂട്ടുമ്പോൾ എത്ര ഇലകൾ വരയ്ക്കണം? ഇനി 6 ഇലകൾ വരയ്ക്കണം. പിന്നെ താഴെ ഒരു ഇല ആണുള്ളത്, പിന്നെ 3 ഇല. അപ്പോൾ എത്ര ഇല കൂടി? 2 ഇല കൂടി. പിന്നെ 2 ഇല കൂടുമ്പോൾ എത്ര എണ്ണം വരയ്ക്കണം? 5 ഇല വരയ്ക്കണം. പിന്നെയോ 7 ഇല വരയ്ക്കണം അല്ലേ. ഇതുപോലുള്ള സ്വന്തമായിട്ടുള്ള കുറച്ച് പാറ്റേൺ മക്കൾ വരച്ച് വെക്കണം കേട്ടോ. വരയ്ക്കുന്നത് പഠിച്ചു വെക്കുക. അതുപോലെ നമ്പേഴ്സ് പാറ്റേൺ എഴുതാനും സ്വന്തമായിട്ട് എഴുതാനൊക്കെ പഠിച്ചു വെക്കണം. അതെന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. അടുത്തത് സ്കൂളിലെ സദ്യ. പഴങ്ങൾക്ക് മഞ്ഞ നിറവും പച്ചക്കറികൾക്ക് പച്ച നിറവും നൽകൂ. അപ്പോൾ മക്കൾ ചെയ്യൂലേ? ചേന പഴമാണോ പച്ചക്കറിയാണോ? പച്ചക്കറിയാണല്ലേ. അപ്പോൾ പച്ച നിറം കൊടുക്കുക. തക്കാളി പച്ചക്കറിയല്ലേ, അപ്പോഴും നമ്മൾ പച്ച നിറം കൊടുക്കുക. പേരയ്ക്ക പഴങ്ങളാണല്ലേ, അപ്പോൾ മഞ്ഞ നിറം. ഉരുളക്കിഴങ്ങ് പച്ച നിറം. വെണ്ടയ്ക്ക പച്ചക്കറിയാണ്, പച്ച നിറം. മാമ്പഴം പഴങ്ങളാണ്, അപ്പോൾ മഞ്ഞ കളറ് കൊടുക്കാം. മുന്തിരിക്ക് മഞ്ഞ കളറ്, ആപ്പിളിന് മഞ്ഞ, വഴുതനങ്ങയ്ക്ക് പച്ച, ഓറഞ്ചിന് മഞ്ഞ. അടുത്ത പ്രവർത്തനം എന്താണ്? ഇലത്തൊപ്പിയും പൂമാലയും. പൂമാല കിട്ടിയവരെയും ഇലത്തൊപ്പി കിട്ടിയവരെയും കണ്ടെത്തൂ. പട്ടിക പൂർത്തിയാക്കാനാണ് കേട്ടോ. അപ്പോൾ മാൻ ആകെ 14 തന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ ചിത്രം നോക്കിയല്ല കേട്ടോ പൂർത്തിയാക്കേണ്ടത്. ചിത്രത്തിലൊരു സാമ്പിൾ ഒരു ചിത്രം തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പട്ടികയാണ് പൂർത്തിയാക്കേണ്ടത്. അതിലത്തെ നമ്പേഴ്സ് നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ 14 തന്നു. പൂമാല കിട്ടിയവർ എത്രയാണ് തന്നിട്ടുള്ളത്? 7 ആണ് അല്ലേ. 7 മാനിനാണ് പൂമാല കിട്ടിയത്. അപ്പോൾ ഇലത്തൊപ്പി കിട്ടിയവർ എത്രയാണെന്നുള്ളത് എങ്ങനെയാണ് കാണുക? 14-ൽ നിന്നും 7 കുറച്ചാൽ ഇലത്തൊപ്പി കിട്ടിയവരുടെ എണ്ണം കിട്ടും അല്ലേ. അപ്പോൾ എത്രയാ? 7 തന്നെയാണ് അല്ലേ. അപ്പോൾ 7 പേർക്ക് 7 മാനിന് പൂമാലയും 7 മാനിന് ഇലത്തൊപ്പിയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് കുറുക്കൻ 16 ആണ്. അപ്പം പൂമാല കിട്ടിയവർ 9 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇലത്തൊപ്പി കിട്ടിയവരുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? 16-ൽ നിന്നും 9 കുറച്ചാൽ പോരെ. അപ്പോൾ എത്രയാണ്? 16 കുറയ്ക്കണം അല്ലേ. 9 എത്രയാണ്? 7 ആണ് അല്ലേ. പിന്നെ എത്ര കാക്കയാണുള്ളത്? 8
8 കാക്കയാണുള്ളത്. പൂമാല കിട്ടിയവർ തന്നിട്ടില്ല. ഇലത്തൊപ്പി കിട്ടിയവർ 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂമാല കിട്ടിയ കാക്കകളെ എങ്ങനെ കണ്ടുപിടിക്കാം? 8ൽ നിന്നും 3 കുറച്ചാൽ മതില്ലേ? 8 - 3. അപ്പോൾ എത്രയാണ്? 5 ആണ്. അടുത്തത് തത്തയാണ്. ആകെ തത്തകളുടെ എണ്ണം 11 ആണ്. പൂമാല കിട്ടിയവർ തന്നിട്ടില്ല. ഇലത്തൊപ്പി കിട്ടിയവരുടെ എണ്ണം 5 ആണ്. അപ്പോൾ പൂമാല കിട്ടിയവർ എത്രയാണ്? 11 കുറയ്ക്കണം 5 = 6 ആണ്. ഇനി താഴെ ഒരു ചോദ്യമുണ്ട്. മുയലുകളിൽ 7 പേർക്ക് ഇലത്തൊപ്പിയും 12 പേർക്ക് പൂമാലയും കിട്ടി. എങ്കിൽ ആകെ എത്ര മുയലുകളാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7ഉം 12ഉം മുയലുകളല്ലേ ഉള്ളത്. അപ്പം നമുക്ക് 7ഉം 12ഉം കൂടെ കൂട്ടിയാൽ പോരെ? അപ്പോൾ 7 + 12 എത്രയാണ്? 19 ആണ് അല്ലേ? ഇനി ലാസ്റ്റ് പ്രവർത്തനം എന്താണ്? കാട്ടിലെ വിദ്യാലയത്തെക്കുറിച്ച് എഴുതൂ എന്നാണ്. കൺമണിയുടെ ഡയറിയാണ് കേട്ടോ. അപ്പോൾ വലിയ കെട്ടിടമുണ്ട്. കൺമണി കണ്ട ആ വിദ്യാലയത്തെക്കുറിച്ചാണ് എഴുതുന്നത്. അവിടെ വലിയ കെട്ടിടമുണ്ട്. പിന്നെ എന്തെഴുതാം? മൃഗങ്ങളും പക്ഷികളും ഉണ്ട്. വലിയ വലിയ മരങ്ങളുണ്ട്. ഊഞ്ഞാലയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതാം. അപ്പോൾ ഈ ചോദ്യ പേപ്പറും കൂടെ ഒന്ന് മക്കളെ പരിചയപ്പെടുത്തി തന്നതാണ്. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ മക്കൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.